ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. നമ്മോടൊപ്പം ഉള്ളത് അതിവിശിഷ്ടനായ ഒരു അതിഥിയാണ്. മോഹൻജി ഫൗണ്ടേഷൻ്റെ പരമാധ്യക്ഷൻ, ആധ്യാത്മികാചാര്യൻ, എഴുത്തുകാരൻ, ഇൻഫ്ലുവൻസർ, അങ്ങനെ ലോകമെമ്പാടും അദ്ദേഹത്തിൻ്റെ സഹായഹസ്തങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരമാചാര്യനാണ് ഒപ്പം ഉള്ളത് ശ്രീ മോഹൻജി. സർ നമസ്കാരം. ഓസ്ട്രേലിയയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഒരു പുസ്തക പ്രകാശനത്തിന് ആ ചെറിയ ഇടവേളകളിലാണ് നമുക്ക് സംസാരിക്കാനായിട്ട് അവിടെ കിട്ടുന്നത് അല്ലേ? താങ്കളെക്കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് അറിയാനുള്ളത് താങ്കളുടെ പൂർവാശ്രമത്തെക്കുറിച്ചാണ് അല്ലേ? മോഹൻ പത്തിരിശ്ശേരി കേശവൻ എന്ന പൂർണ്ണനാമം മോഹൻ PK അല്ലേ? അച്ഛൻ ഡോക്ടർ കേശവൻ നമ്പൂതിരി, വളരെ പ്രശസ്തനായ ഒരു ഭിക്ഷുകരനാണ്. അമ്മ ശ്രീദേവി അന്തർജനം. അന്നത്തെ ബാല്യ കൗമാര യൗവനങ്ങൾ ഒക്കെ ഒന്ന് ഓർത്തെടുക്കാമോ? അച്ഛൻ, അമ്മ, ആ ജീവിതം. അത് ഒരു യൂഷ്വൽ എന്ന് അത് കൂടുതൽ എനിക്ക് തോന്നാറില്ല. ബാല്യത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊക്കെയുള്ള കൺഫ്യൂഷൻസും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അത് ഗൈഡഡ് ബൈ സൊസൈറ്റിയാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഇത് പഠിക്കണം, ഇന്നത് ചെയ്യണം, ഭാവിയിൽ ഇന്നതാവണം. ആ ട്രാക്കിൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, ഇതൊന്നും അല്ല ജീവിതം എന്ന്. പക്ഷെ അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി വരണമെങ്കിൽ നമുക്കൊരു സമയം എടുക്കും. നമുക്ക് ഒരു യൗവനത്തിലോ അല്ലെങ്കിൽ ഈവൻ ടീനേജിലും യൗവനത്തിലോ ഒന്നും നമുക്ക് കാര്യമായിട്ടൊരു വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ സമ്മതിക്കില്ല. സൊസൈറ്റി സമ്മതിക്കില്ല, പാരൻസ് സമ്മതിക്കില്ല. കാരണം അധ്യാപകർ, പാരൻസ് പല പല ഫാക്ടേഴ്സ് നമ്മളെ കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അതെനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു, നമ്മൾ ഈ കാണുന്ന ഒരു യൂഷ്വൽ പാറ്റേൺ ഓഫ് ലൈഫ് അല്ല ജീവിതം എന്നുള്ള ഒരു കണക്കിന് വ്യക്തമായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ലായിരുന്നു. എന്താണ് കൃത്യമായിട്ട് എനിക്കത് ഡിഫൈൻ ചെയ്യാൻ അന്ന് പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരുപാട് എക്സ്പ്ലോറേറ്റീവ് ലൈഫ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു 4 സ്റ്റേജാണ്. ആദ്യത്തെ ഒരു ഫിസിക്കൽ സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് കളിക്കും, ക്രിക്കറ്റ് കളിക്കും, സിനിമ നിരൂപണമൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ. അത് ഡൽഹിയിലുള്ള സമയത്ത് മറ്റേ അലയൻസ് ഫ്രാൻസൈസിൻ്റെ ഫിലിം ക്ലബ്ബും അങ്ങനത്തെ പല. പക്ഷെ അതൊക്കെ ആ ഒരു ടൈമാണത്. അപ്പോൾ ആ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, സൈക്ലിങ്, മൗണ്ടനിയറിങ്, അതൊക്കെ ഒരു സമയത്ത്. അത് കഴിഞ്ഞ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയിലായി. എനിക്ക് കൂടുതലും സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ യുങ് പോലത്തെ ആ ഒരു ഇത്, പിന്നെ കാമു, കാഫ്ക. അപ്പോൾ ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റിക് ഏജിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ വന്നാളാണ് ഞാൻ. അതിന് മുന്നെയാണ് ഈ എക്സിസ്റ്റൻഷ്യൽ അതിൻ്റെ ഫുൾ ഇഫക്റ്റ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഞാനൊക്കെ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന സിനിമകളും ബെർണാർഡോ ബെർത്തലൂച്ചിയും അകിറ കുറസോവ പോലത്തെ, അതൊക്കെ നമ്മൾ വളരെയധികം അഭിമാനപുരസ് അല്ലെങ്കിൽ വളരെയധികം ഇൻക്യൂസിറ്റീവായി കണ്ടിരുന്ന സിനിമകളാണ്. ഒരുപാട് ഫീച്ചർ ഫിലിംസൊക്കെ കാണാറുണ്ടായിരുന്നു അന്ന് പഠിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈല് അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെയൊക്കെ മേലെ ഒരു സൈക്കോളജിയുടെ മേലെ ഒരു സംതിങ് വിച്ച് പ്രൊവോക്സ് ദാറ്റ് എന്നുള്ള, അതായത് എന്തോ ഒന്ന് ഈ സൈക്കോളജിയും ആക്ടിവിറ്റിയുടെയും ഒക്കെ ഗൈഡ് ചെയ്യുന്നൊരു ഫാക്ടറുണ്ട്. ആ ഫാക്ടറിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ ഈ ലൈറ്റ് ബൾബിൻ്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി പോലെ കാണാൻ പറ്റില്ല. ലൈറ്റ് ബൾബിൽ ലൈറ്റേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ആ ലൈറ്റ് ബൾബിന് ഒരു കാര്യമില്ല എന്നുള്ള ആ ഒരു ചിന്ത വന്നു. പക്ഷേ എപ്പോഴും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ക്ലാരിറ്റിയിൽ മറുപടി പറയാൻ പറ്റുന്ന എക്സ്പീരിയൻസുള്ളവർക്കേ പറ്റുള്ളൂ. അങ്ങനത്തെ ആൾക്കാരെ അന്ന് കണ്ടുമുട്ടിയിരുന്നില്ല. പലപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, താങ്കളുടെ കുടുംബത്തിലൊരു വലിയ ഒരു ആസ്ട്രോളജർ അന്ന് താങ്കളെക്കുറിച്ച് പറഞ്ഞിരുന്നു താങ്കളുടെ പേരിൽ നാളെ എല്ലാവരും അറിയപ്പെടുമെന്ന് പറഞ്ഞു. അതെൻ്റെ ഗ്രാൻഡ് ഫാദർ, മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. അദ്ദേഹമായിട്ട് ഞാൻ ഒരു ഹൃദയബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹമാണ് മറ്റേ കുണ്ടുറുക്കുന്ന സ്കൂളൊക്കെ സ്ഥാപിച്ചത്. അദ്ദേഹം ഒരു വലിയ വിഷണറി ആയിരുന്നു. പക്ഷേ വെരി ഹമ്പിൾ. ഒരു പബ്ലിക് ലൈഫില്ല. ആസ്ട്രോളജി ഒരു പ്രൊഫഷനായി ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സബ്ഡ്യൂഡ് എക്സിസ്റ്റൻസ്. സബ്ഡ്യൂഡ് എന്ന് പറയാൻ വയ്യ, അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ സബ്ഡ്യൂഡ് എക്സിസ്റ്റൻസ് ആണ്. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഒരു എക്സ്ട്രാ ഓർഡിനറിലി പവർഫുൾ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് അതെന്താ കാരണം വെച്ചാൽ, ഈ 4 വയസ്സ് 5 വയസ്സിലൊക്കെ നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് പൂർണ്ണമായിട്ട് എഴുതുമ്പോൾ അവർ ചോദിക്കുമല്ലോ, വാട്ട് യു വോണ്ട് ടു ബി വെൻ യു ഗ്രോ അപ്പ്, നമ്മൾ എന്താവണം ഭാവിയിൽ. അപ്പോൾ ഞാൻ എഴുതി ഐ വോണ്ട് ടു ബി അലോൺ. എനിക്കറിയില്ല ഞാൻ എന്തിനാ അങ്ങനെ എഴുതിയെന്ന്. അതൊരു വലിയ ബുദ്ധിപരമായിട്ട് എഴുതിയൊന്നുമല്ല. അപ്പം എനിക്ക് ചിലപ്പോൾ തോന്നുന്നത് ജസ്റ്റ് ലീവ് മീ അലോൺ എന്ന് പറയാൻ വേണ്ടിയിട്ടാവും എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ ടീച്ചർ അമ്മയെ വിളിച്ചു പറഞ്ഞു, ഇയാൾക്ക് ഇവരുടെ കൂടെ പഠിക്കാൻ പറ്റില്ല, ബുദ്ധി ലേശം കുറവാണ്, കുറച്ച് റിട്ടാർഡാണെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ വേറെ സ്കൂളിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. കാരണം ആ സ്കൂൾ നല്ല സ്റ്റാറ്റസ് ഒക്കെ ഉള്ള സ്കൂളാണ്, നല്ല ലെവലിൽ വിദ്യാഭ്യാസം ഒക്കെ ഉള്ള. അപ്പോൾ അതിലൊരു മിസ്ഫിറ്റായി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഗ്രാൻഡ് ഫാദറിനോട് സംസാരിച്ചു, ഈ മോഹന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് തോന്നുന്നു, അത്രയും കറക്റ്റായിട്ട് പഠിക്കാനൊന്നും പറ്റണില്ല, ഇങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജസ്റ്റ് ലീവ് ഹിം അലോൺ.
ഒരു ദിവസം ലോകം മുഴുവൻ അറിയപ്പെടും, നമ്മുടെ ഫാമിലി വരെ ഇയാളെ കൊണ്ട് അറിയപ്പെടും എന്ന് പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബെയിൽ കിട്ടിയ പോലെയായി. അതിനുശേഷം അത്രയും ഒരു പ്രഷർ കുറഞ്ഞു എനിക്ക്. അപ്പോൾ അദ്ദേഹം വലിയൊരു ഉപകാരം ചെയ്തു അങ്ങനെ. അതെ അതെ. പക്ഷെ അന്ന് ആ ഒരു ഇൻസൈറ്റ് ഉണ്ടായിരുന്നല്ലേ, എവിടെയോ ഇങ്ങനല്ല യഥാർത്ഥ ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് അല്ലേ. പക്ഷെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതെ, ഇൻസൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, നമ്മളൊരു യൂഷ്വൽ ഒരു കുട്ടി ജനിച്ചു, എഡ്യൂക്കേഷൻ, ജോബ്, മാരേജ്, ചിൽഡ്രൻ, ഹൗസ് എന്നുള്ള ഒരു പാറ്റേൺ ഉണ്ടല്ലോ, എനിക്കത് വല്ലാതെ ക്ലസ്ട്രോഫോബിയായി തോന്നി. അതായത് ഒരു ഭയങ്കരമായിട്ടൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലായി തോന്നി. എല്ലാവരും പഠിക്കണു, എല്ലാവരും ജോലിക്ക് വേണ്ടി ശ്രമിക്കണു, ശമ്പളം, മാരേജ്, കുട്ടികൾ, വീട്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നിട്ട് സക്സസ് എന്ന് പറയുന്നത് നമ്മളൊരു വീട് വെച്ചാൽ സക്സസ് ആയി, കാറ് മേടിച്ചാൽ സക്സസ് ആയി. എനിക്കതൊന്നും ഒരു സക്സസ് ആയിട്ടേ തോന്നിയിട്ടില്ല. നമ്മൾ ഭൂമിയിൽ എന്തെങ്കിലും റെലവൻസ് ഇല്ലെങ്കിൽ എവിടെ സക്സസ്? അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് പല ഗ്രൂപ്പുകളിലും വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ആക്സെപ്റ്റബിൾ ആവില്ല. അവർ പറയുന്ന സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊസിഷൻ, കമ്പനിയിൽ ജോലി, ശമ്പളം, ഇതൊക്കെയാണ്. ഇൻസെൻറ്റീവ് കിട്ടി, ഇൻക്രിമെൻറ്റ് കിട്ടി, ബോണസ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമുക്ക് ട്രാപ്പായിട്ടാണ് തോന്നണേ. ഓ, ഇനിയിപ്പം ഞാനിവിടെ അടിമയായി, കൂടുതൽ അടിമയായി. ആ ഒരു അടിമത്വം ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടായിരുന്നു. പക്ഷെ അതൊരു ഡിഫൈൻഡ് ആയിട്ടല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞു അങ്ങനെ വളരെ ചിന്തിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല, അതൊരു തോന്നലാണ്. അല്ല, എനിക്ക് ഇക്കാര്യത്തിൽ ആ കാലത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സപ്പോർട്ടീവ് ആണ്. അച്ഛനും അമ്മയും അങ്ങനെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ അച്ഛനും അമ്മയും, അച്ഛൻ ഈ പറഞ്ഞ പോലെ പ്രശ്നനായ ഒരു ഫിഷോഗരനൊക്കെ ആയിരുന്നു. അതെ, എങ്ങനെയായിരുന്നു അദ്ദേഹം ഒക്കെ സപ്പോർട്ടീവ് ആയിരുന്നു? അദ്ദേഹം ഞാനായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഞാൻ കാണുമ്പോൾ ഒക്കെ ബിസിയാണ്. അദ്ദേഹം പോലീസ് ഡോക്ടറായിരുന്നു, ഓർത്തോപെഡിക് സർജൻ. അപ്പോൾ രാവിലെ മുതൽ ഞാൻ കാണൽ വളരെ കുറവായിരുന്നു, കമ്മ്യൂണിക്കേഷനും കുറവായിരുന്നു. ഞാൻ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ഞാൻ ഫിസിക്കൽ, അതായത് ഔട്ട്ഡോറാണ് കൂടുതൽ. അപ്പം ഞാൻ വളരെ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നുള്ളൂ. കൂടുതൽ അമ്മയായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അമ്മയ്ക്കും അങ്ങനെ ഒരു പരിധിയുടെ മേലേക്കൊന്നും നന്നായി പഠിക്കണം, ജോലി മേടിക്കണം എന്നുള്ള ലെവലിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഹോം സപ്പോർട്ട് ഗ്രൂമിംഗ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അതെ, അങ്ങനെ ഒരു ഹൃദയബന്ധം അല്ലെങ്കിൽ ആത്മബന്ധം എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിൽ. പക്ഷെ അവരൊരു നിമിത്തമായി നമ്മുടെ ഒരു ജനനത്തിന് ഒരു കണക്കിന് എനിക്ക് തോന്നുന്നത് അവരെന്നെ വെറുതെ വിട്ടല്ലോ, അതൊരു വലിയ കാര്യമായി. കാരണം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ല, നിർബന്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നിട്ടും നമ്മൾ പഠിക്കാനുള്ള ഈ പറഞ്ഞ പഠിക്കണം, ജോലി കിട്ടണമെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. പഠിക്കാൻ അത്രയും പറയാൻ പറ്റില്ല. ഞാൻ ആവറേജോ അല്ലെങ്കിൽ ആവറേജ് ലെവലിലേ പോയിട്ടുള്ളൂ. കാരണം എനിക്ക് ഈ ഒരു സെറ്റപ്പ് എനിക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കുറേ മാർക്കറ്റ് ചെയ്ത സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, എക്കണോമിക്സ് കഴിഞ്ഞിട്ട് പിന്നെ PG എടുത്തത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. അതെനിക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് അതെനിക്ക് വളരെ എഫേർട്ട്ലെസ് ആയിരുന്നു. മറ്റുള്ള സബ്ജക്ട്സിലൂടെ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ എക്കണോമിക്സും പിന്നെ ഈ ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് അത് ക്രിയേറ്റഡ് ഹിസ്റ്ററിയാണ്. അതൊന്നും റിയൽ അല്ല തോന്നാറുണ്ട് പലപ്പോഴും. അതിപ്പോൾ എനിക്കത് പലപ്പോഴും അത് നമ്മുടെ വേറെ ലെവലിൽ അവയർനെസ്സിൽ അറിയാനും പറ്റുന്നുണ്ട്. ഇത് ഓരോരുത്തർ അവരവരുടെ സ്റ്റോറി പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഹിസ്റ്ററി ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്നും എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ സമയത്ത് പഠിക്കണം, ഡിഗ്രി വേണം, ജോലി മേടിക്കണം. ആ ഒരു രീതിയിൽ അവരുടെ ആ പാക്കപ്പിൽ തന്നെ അതിലേക്ക് പിന്നെ പോവുമായിരുന്നു അല്ലേ? ശരിക്കും അങ്ങനെയാണ് തോന്നുന്നത് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലേക്കൊക്കെ വരുന്നത്. ഷിപ്പിംഗ് ഇൻഡസ്ട്രി എനിക്ക് ഇഷ്ടമുണ്ട്. എനിക്ക് ഓഷ്യൻസ് ഭയങ്കര ഇഷ്ടമാണ്, കടലുകൾ വളരെ. എനിക്ക് ഇപ്പോഴും അത് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും ഐ ലവ് ഓഷ്യൻസ്. എനിക്ക് സെയിലിംഗ് ഇപ്പോഴും ഇഷ്ടമാണ്. അതെ, ഞാനിപ്പം ഗ്രീസിൽ നിന്ന് അവിടെ സെയിൽ ചെയ്തിട്ട് വരാം. കുറച്ച് ദിവസം ഒരു യാട്ടിലായിരുന്നു. ഐ ലവ് ഓഷ്യൻസ്. അപ്പോൾ ഈ ഒരു സെയിങ് ഉണ്ട്, യു ഷുഡ് ഗോ ടു ദ സീസ് ബിക്കോസ് യു ലവ് ദ സീ, നോട്ട് ബിക്കോസ് യു ഹേറ്റ് ദ ലാൻഡ്, ബിക്കോസ് സം ഡേ യു ഹാവ് ടു കം ബാക്ക്. അത് യുക്കിയോ മിഷിമയുടെ ജാപ്പനീസ് ഒരു ഓതറിൻ്റെ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് ഒരു ജാപ്പനീസ് പ്രോവർബാണ്. അത് എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ കടലിലേക്ക് പോകുന്ന കടലിനെ സ്നേഹിച്ചിട്ട് പോകണം, അല്ലാണ്ട് കരയെ വെറുത്തിട്ട് പോകരുത്. അപ്പോൾ ഞാൻ ആ ഒരു ലെവലിൽ വല്ലാതെ കടലിനെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഷിപ്പിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഓപ്പൺനെസ്സും വാസ്റ്റ്നെസ്സും ഒരു ഇൻസ്പിറേഷനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായി ജോയിൻ ചെയ്ത് 10 കൊല്ലം കൊണ്ട് ഒരു CEO ആയത്. ഇവിടെ നമ്മുടെ ഐലൻഡ്, ഇവിടെ കൊച്ചിൻ ഐലൻഡ് തുടങ്ങി തോന്നുന്നു. ഒരു കൊല്ലം അവിടെ ചോയ്സിന്റെ TJ ഷിപ്പിംഗിലായിരുന്നു 89 ജൂലൈ ടു 90 ജൂലൈ. അതെ, ഒരു വർഷം. നല്ലൊരു ഓഫീസാണത്. കാരണം ഒരുപാട് അവർ പഠിപ്പിക്കും, നല്ലൊരു ട്രെയിനിങ് ഗ്രൗണ്ടാണ്, നല്ല ഓഫീസാണ്, നല്ല ആൾക്കാരാണ്. അപ്പോൾ അത് വല്ലാതെ ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഒരു മെമ്മറബിൾ കരിയറാണ്. ആത്മബന്ധങ്ങളും പിന്നെ ഇൻഫോർമലും പിന്നെ ഫോർമലുമായിട്ടുള്ള വിദ്യാഭ്യാസവും പിന്നെ ഡയറക്റ്റ് എക്സ്പോഷറും ഒക്കെ ആയിട്ട് അന്ന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കടലിനോടുള്ള ഇഷ്ടമാണ് സീ ഇൻഡസ്ട്രിയിലേക്ക്, ഷിപ്പ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ. അപ്പോൾ ഒരുപാട് കടൽ യാത്രകൾ നടത്തിയിട്ടുണ്ടാവില്ല, ഒരിക്കലും മറക്കാനാവാത്ത അങ്ങനെ ഏതെങ്കിലും യാത്ര ഉണ്ടോ? മറക്കാനാവാത്തൊരു യാത്ര പറയുകയാണെങ്കിൽ ഞാൻ ഇറാഖ് 2004 സമയത്ത് ഇറാഖിൽ ആ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ പ്രശ്നം. ആ സമയത്ത് ഒരു സമയത്ത് സൂപ്പർ ന്യൂമറിയായി പോകേണ്ടി വന്നു. അതായത് ഫുജേറ, അതായത് UAE നിന്ന് ഇറാഖിലേക്ക് ഒരു ഷിപ്പ്. അതാണ് ഒരു മെമ്മറബിൾ തോന്നിയത്.
അപ്പോൾ അത് അവിടെ ചെല്ലുമ്പോൾ അന്ന് ആ സമയത്ത് ഈ ആൾക്കാർ മറ്റേ ഈ നൗക ധോയിൽ ഈ ആംസ് മറ്റേ എക്സ്പ്ലോസീവ്സ് വന്നിട്ട് വന്നിട്ട് ഷിപ്പിനെ ഇടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ വല്ലാതെ ഗാർഡഡ് ആണ് ഈ ഷിപ്സ് എല്ലാം, ഗാർഡഡ് ആണ്. അവിടെ ഒരു സെക്യൂരിറ്റി സേഫ്റ്റി സോണിൽ നിൽക്കണം. എന്നിട്ട് അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്യും, അമേരിക്കൻ മിലിറ്ററി വന്ന് ഇൻസ്പെക്ട് ചെയ്യും, ഷിപ്പ് മുഴുവൻ പരിശോധിക്കും, എന്നിട്ട് അകത്ത് കയറ്റി വിടും, പിന്നെ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ ഉള്ളിൽ പോകുന്ന സമയത്ത് മുങ്ങിക്കിടക്കുന്ന കപ്പലൊക്കെ മോൾഭാഗമൊക്കെ കാണാം. കാരണം ഒരുപാട് കപ്പലൊക്കെ മുക്കിയിട്ടിട്ടുണ്ട് ആ സമയത്ത് പോകണം. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് തോന്നുന്നത്, ഞങ്ങൾ ഷിപ്പ് ബർത്ത് ചെയ്തിട്ടുണ്ട് ബസ്ര പോർട്ടിൽ. അപ്പോൾ ഞാൻ ബ്രിഡ്ജിൽ നിന്ന് താഴത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ അതിൻ്റെ മുകളിൽ ടാഴ്സനൊക്കെ നിൽക്കുന്ന പോലെ കണ്ടെയ്നറിൻ്റെ മുകളിൽ നിൽക്കുന്നു. അപ്പോൾ അറിയാമല്ലോ, ക്രെയിൻ വെച്ച് കണ്ടെയ്നർ ഇപ്പോൾ ഏകദേശം 4 നില ഹൈറ്റായി, ഒരു 3-ാം നില. പിന്നെ കാറ്റടിച്ചാൽ താഴെ വീണ ആൾ എന്തായാലും മരിച്ചു പോകും. അപ്പോൾ അത് സെക്യൂരിറ്റി റിസ്ക്കാണത്, സേഫ്റ്റി റിസ്ക്കുമാണ്. അപ്പോൾ ഞാൻ ഈ കണ്ടെയ്നർ ഇറക്കുമ്പോൾ ഞാൻ താഴ്ത്തു വന്നു ഷിപ്പിൻ്റെ. ഞാളെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ചെയ്തത് വല്ലാതെ സേഫ്റ്റി റിസ്ക്കാണ്, നിങ്ങൾ മരിക്കുന്ന അറിയാമോ, ഇത് സൂയിസൈഡലാണ്, അറിയാമായിരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, യു ആർ സ്പീക്കിംഗ് ഗുഡ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരു ഹുക്ക് ബോയ് ഇത്ര ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഹുക്ക് ബോയ്സിൻ്റെ ജോലിയാണല്ലോ ഇത് ഹുക്ക് ചെയ്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആർക്കിടെക്റ്റാണ്, ഐ വാസ് വർക്കിംഗ് ഫോർ ദ മിനിസ്ട്രി ഓഫ് പ്ലാനിങ്. സദ്ദാം ഹുസൈൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് പ്ലാനിങ്ങിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ആദ്യം അവരിട്ട ബോംബ് അതിൻ്റെ മുകളിലാണ്. മിനിസ്ട്രി ഓഫ് പ്ലാനിങ് ബിൽഡിങ്ങേ തകർത്ത് കളഞ്ഞു, എൻ്റെ ജോലി പോയി. ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്. എനിക്ക് അവരെ കാണുമ്പോൾ, ഞാൻ ഒരാളെ കൊന്നിട്ടാണെങ്കിൽ എനിക്ക് അവർക്ക് ഭക്ഷണം, അവർ കരയുന്ന കാണാൻ പറ്റില്ല എനിക്ക്. ഞാൻ അതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചു. അവർ $150 ഒരു മാസം. $150 ഒരു മാസം ഒന്നുമല്ല. അപ്പോൾ ആ ഒരു ആർക്കിടെക്റ്റ്, ഒരു പ്രൊഫഷണൽ ഈ ഹുക്ക് ബോയ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുള്ളൂ. എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. പക്ഷേ നമുക്ക് സ്ട്രിക്റ്റ് വാർണിംഗ് ഉണ്ടായിരുന്നു, വാളറ്റ് കൊണ്ട് പുറത്ത് പോകരുതെന്ന്. കാരണം പൈസ കൊണ്ട് പോകരുത്, കാരണം അവർ ചിലപ്പോൾ വെടിവെച്ച് കൊന്ന് പൈസ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതേപോലെ കിഡ്നാപ്പിംഗ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ എനിക്ക് അയാൾക്ക് ഒന്നും ഓഫർ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ അടുത്തൊരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു, അവിടെ വെള്ളത്തിന് ക്ഷാമമുള്ള സമയമാണ്. ഞാൻ അത് കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വെള്ളം വേണമെങ്കിൽ എന്നോട് ചോദിക്കൂ, അത് തരാം, വേറെ എനിക്കൊന്നും കൊടുക്കാനില്ല. അങ്ങനത്തെ ഭയങ്കര. അതേപോലെ ഞാൻ അവിടെ ഇറാഖിൽ താമസിച്ചിട്ടുണ്ട് 2004 സമയത്ത്. അത് ഈ ഷിപ്പ് ഹാൻഡിൽ ചെയ്യാൻ തന്നെ പോകുന്ന വഴിക്ക് കാണാം ബിഹെഡഡ് ബോഡീസും ഇതൊക്കെ. എൻ്റെ തന്നെ ഒരു 4-വീൽ ഡ്രൈവ് അവർ ബ്ലോ അപ്പ് ചെയ്തു. പിന്നെ 2 ബോഡി ഗാർഡ്സിനെ കിഡ്നാപ്പ് ചെയ്തു. പല അങ്ങനത്തെ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങളൊന്നും നമുക്ക് സമുദ്രത്തെ വെറുക്കുന്നതിന് ഒരു കാരണമായിട്ടില്ല. ഇല്ലില്ല, എനിക്ക് ഐ ലവ് ദ പ്രൊഫഷൻ. അതിപ്പോഴും എനിക്ക് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ജോലിയാണ്. അതിന് മുമ്പ് വിവാഹം കഴിഞ്ഞു, 1992 ഫസ്റ്റ് മാരേജ് ഉണ്ടായത്. അതെ, ഞാൻ സരിത. ഞാൻ അത് സെപ്പറേറ്റ് ആയത് 2009. അതെ അതെ. 2000 ആണ്ടിൽ മോള് മരിച്ചുപോയി. അമ്മു എന്ന് പറഞ്ഞു. ശ്രീദേവി എന്നായിരുന്നു. ശ്രീദേവി, എൻ്റെ മദറിന്റെ പേരായിരുന്നു. മദറിന്റെ പേര്. അമ്മയുടെ പേര് തന്നെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? അത് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. ഫസ്റ്റ് ഫാദറിന്റെ മദറിന്റെ പേര് വരുമല്ലോ കുട്ടിക്ക്, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അമ്മു. അമ്മുവിന്റെ മരണമാണ്, ഒരു ആക്സിഡന്റിൽ അമ്മു മരിച്ചു. എന്തായിരുന്നു ആ റോഡ് ആക്സിഡന്റ്? അത് എന്ത് സംഭവിച്ചു? അവള് ഇത് ദുബായില് ശരി വിവാഹം കഴിക്കുമ്പോൾ ഈ ഷിപ്പിംഗ് സ്ഥലത്ത് ഞാൻ 1989 മിഡിൽ ഈസ്റ്റില്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട നല്ല ശമ്പളമൊക്കെ വളരെ സൗകര്യങ്ങളോടുകൂടി ഞാൻ ഗ്രോ അപ്പ് ചെയ്യായിരുന്നു. വലിയ മോശമില്ല, മോശം പറയാൻ പറ്റില്ല. പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്നുള്ള ലെവലിൽ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഗ്രോയിങ് അപ്പ് അല്ലേ, അതൊരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോഴേ നമുക്ക് അത്രയും കിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ ദുബായിലെ ലൈഫ് അറിയാലോ, നല്ല എക്സ്പെൻസ് ഉണ്ടാവും. അതെ. അപ്പോൾ നമ്മൾ ആ ഒരു റൊട്ടേറ്റിംഗിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതെ. അപ്പോൾ വിവാഹത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഫസ്റ്റ് മാരേജ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അത് വീട്ടുകാർ തീരുമാനിച്ച മാരേജ് തന്നെ. കേരളത്തിലെ ഒറ്റപ്പാലത്തായിരുന്നു. അതെ. പക്ഷേ അത് നടന്നില്ല. കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു. പിന്നെ മോള് മരിച്ചു പോയത് വലിയൊരു ഇമ്പാക്റ്റ് ആയി. അത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ട്രക്ക് ഒറ്റപ്പാലത്ത് വെച്ച്, നാട്ടിൽ വെച്ച്, അവരുടെ വീട്ടിനടുത്ത് വെച്ചായിരുന്നു. അത് അവൾക്ക് 2 സൈഡിൽ നിന്ന് വണ്ടി വരുന്ന അറിയില്ല. ദുബായിലാവുമ്പോൾ ഒരു സൈഡിൽ നിന്ന് വണ്ടി വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കടക്കാലോ. അപ്പോൾ അവൾ വിചാരിച്ചു ഇവിടെ അതേപോലെയാണ്. അപ്പോൾ 2 സൈഡ് വണ്ടികൾ വരുന്നത് അവൾ ശ്രദ്ധിച്ചില്ല. അവൾ പെട്ടെന്ന് വെച്ച് ഓടിപ്പോയി. ഒരു സൈഡിൽ നിന്ന് വണ്ടിയൊക്കെ പോയപ്പോൾ അവൾ പെട്ടെന്ന് ഓടി. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുന്നത് കണ്ടില്ല. അത് അധികം ഇല്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് രാവിലെ ഞാൻ പൂനെക്ക് പോയിരുന്നു. ഞാൻ പൂനെയിൽ ലാൻഡ് ചെയ്തപ്പോൾ ഈ ന്യൂസ് കിട്ടി. പിന്നെ അവിടുന്ന് ബോംബെ പോയി തിരിച്ചിങ്ങോട്ട് വരികയത്. പക്ഷേ സമയത്തിന് പറഞ്ഞിട്ടുണ്ട്, ഒരു എന്നെ സ്നേഹം എന്താണെന്നുള്ളത് ആഴത്തിൽ പഠിപ്പിച്ചത് എൻ്റെ അമ്മുവായിട്ടുണ്ട്. അതെ. അതെന്തായിരുന്നു ആ അമ്മയുടെ? കാരണം ഒരു റിഫൈൻ സോൾ ആയിരുന്നു. വളരെ വളരെ റിഫൈൻ സോളായിരുന്നു. അവൾ എന്നോട് സംസാരിച്ചിരുന്നത്, അവൾ 4.5 വയസ്സിൽ മരിച്ചല്ലോ. എന്നോട് സംസാരിച്ചിരുന്നത് ഒരു മെച്യൂർഡ് ഒരാൾ പറയുന്ന പോലെയാണ്. എന്നോട് പപ്പ, യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, യു ആർ നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഹെൽത്ത്.
വർക്കൊക്കെ ശരി, പക്ഷേ ഭക്ഷണം കഴിക്കണം അങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഒരു അൺനാച്ചുറലാണ് 4 വയസ്സുള്ള കുട്ടി പറയുന്നത്. അവള് പിന്നെ ഒരു പ്രാവശ്യം അവളുടെ എൻ്റെ മദറിനോട് പറഞ്ഞു, എൻ്റെ പപ്പ ഒരു സാധാരണ വ്യക്തിയല്ല, നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെങ്കിലും മുമ്പേ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ അവൾ എവിടുന്ന് അത് പറയണമെന്നത് അറിയില്ലായിരുന്നു. ഷീ വാസ് ടോക്കിംഗ് സംതിങ് വിച്ച് ഈസ് എക്സ്ട്രാ ഓർഡിനറി. അതിൻ്റെ ഒരു ലക്ഷണം കാരണം ഇപ്പോൾ 31 രാജ്യത്ത് ആക്ട് ഫൗണ്ടേഷൻ നടക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ 23 സ്ഥലത്ത് അമ്മൂക്കേർ നടക്കുന്നുണ്ട്, ചാരിറ്റബിൾ അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഇല്ലെങ്കിൽ നമുക്കത് മുമ്പിലേക്ക് പോയിട്ടില്ല. അല്ല, മകളുടെ മരണമാണ് ശരിക്കും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ഒരു 80%, അതെ, 100% പറയാൻ പറ്റില്ല. അതിന് മുന്നേ തന്നെ ഞാൻ ഒരു സോൾ സെർച്ചിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 90s സീരിയസ് ആയിട്ട് വാട്ട് ഈസ് ലൈഫ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ് സമാധാനം എന്നുള്ളതൊക്കെ. സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ജീവിച്ചിട്ട് എന്നുള്ളതൊക്കെ. അതായത് ഈ ഒരു സൈക്കിളിൽ ഇങ്ങനെ പോകാൻ എളുപ്പമാണ്, അതൊരു ഫ്ലോ ആണ്. പക്ഷേ അതിനകത്ത് നമ്മളൊരു സത്യം കണ്ടുപിടിക്കണം എന്നുള്ളൊരു ചോദ്യം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അത് ഈ വർക്കിൻ്റെ പ്രഷറിൽ അങ്ങനെ നമുക്ക് അത്രയും വരില്ല. പക്ഷേ പിന്നീടത് ഇപ്പം മോള് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്വസ്റ്റ്യൻ വളരെ വൈ ഡിഡ് ഷീ ലീവ് എന്നുള്ളതായിരുന്നു വന്നത്. വൈ കാണ്ട് ഐ ഡൈ, ഞാൻ എന്തുകൊണ്ട് മരിച്ചില്ല, അവൾ എന്തിനു മരിച്ചു എന്നുള്ള ഇതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിമാലയത്തിൽ പോയത്. അപ്പം വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. വിവാഹബന്ധം 2009 ഏർപ്പെടുത്തി. അത് അല്ല, അവിടേക്ക് ലീഡ് ചെയ്തു. 2003 മുതൽ തീരുമാനിച്ചു ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നില്ല എന്ന്. പിന്നെ അതിൻ്റെ മരണമാണോ കാരണം? അത് മാത്രമല്ല, നമുക്ക് അങ്ങനെ ഒരു സ്വരച്ചേർച്ചയും പലതും വന്നിരുന്നു അതിന് മുന്നേ തന്നെ. പക്ഷേ എങ്കിലും അത് പിന്നെ ഒരു തീരുമാനം എടുത്ത് നമ്മൾ ദേശം പോയിന്റ് ഇൻ ലിവിങ് ടുഗെദർ, അങ്ങനെ അത് പോയി. അവർ നല്ലൊരു വ്യക്തിയാണ്, എല്ലാം നല്ലതാണ്. അപ്പോൾ ഇതിൽ അവിടുന്നാണ് ഈ പറഞ്ഞ ഹിമാലയത്തിലേക്ക് പോകുന്നത്. അല്ല, ഫസ്റ്റ് ട്രിപ്പ് ഹിമാലയസിൽ. അപ്പോൾ അത് ജോലി ഉണ്ടായിരുന്നില്ലേ അവിടെ? ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ തിരിച്ചു വന്നപ്പോൾ ജോലിയും നഷ്ടപ്പെട്ടു. ആ സമയത്ത് കുറേ കാര്യങ്ങൾ സംഭവിച്ചു, 1 by 1. എന്തൊക്കെ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്തു അതെല്ലാം പൊളിഞ്ഞു പോയി. അതായത് മോള് പോയി, ഫാമിലി ഏകദേശം ഡിസിൻറ്റിഗ്രേറ്റഡ് ആയി. തിരിച്ചു വന്നപ്പോൾ ജോലിയും പോയി. ജോലി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റി ഇല്ലാണ്ടായി അവിടെ. അപ്പോൾ എനിക്ക് അവിടെ എന്നെ ആവശ്യമില്ലാണ്ടായി. പിന്നെ വേറെ ജോലി കിട്ടി, അപ്പോൾ അത് കണ്ടിന്യൂസ് ആയി പോയി. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഞാനൊരു വീടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഇവിടെ എറണാകുളത്ത്. മറ്റേ SI പ്രോപ്പർട്ടി ബാങ്ക്രപ്സി ഫയൽ ചെയ്തു. ആ ബില്ലിംഗ് ഉണ്ടാക്കിയില്ല. അപ്പോൾ ബാങ്ക് ലോണും എല്ലാം അതിൻ്റെ മുകളിൽ. ആരോഗ്യ പ്രശ്നം, അങ്ങനെ സ്കിൻ അലർജി വന്നു. അതൊരു വല്ലാത്തൊരു അലർജി ആയിരുന്നു. അത് സ്കിന്ന് പൊട്ടി ഇങ്ങനെ ബ്ലഡൊക്കെ വരും. അങ്ങനത്തെ ഒരു അലർജി, ഒരു പ്രത്യേക തരം അലർജി. അതൊരു സീസണലാണ്, പക്ഷേ എന്നാലും അത് വലിയ ശല്യമാണത്. കാരണം വൈറ്റ് ക്ലോത്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആരോ കത്തിയെടുത്ത് കുത്തിയ പോലെ തോന്നും, കാരണം ബ്ലഡ് ഉണ്ടാവും മേത്തൊക്കെ. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായി. മാത്രമല്ല, സാധനങ്ങളൊക്കെ ഞാൻ ഷിഫ്റ്റ് ചെയ്തു ഇന്ത്യയിലേക്ക്, ഇനി തിരിച്ചു വരാൻ വിചാരിച്ചിട്ട്. അതൊരു വീട്ടിൽ സ്റ്റോർ ചെയ്ത് അത് കള്ളന്മാരും കൊണ്ടുപോയി. അപ്പോൾ എവിടെ തിരിച്ചെടുത്തു തുടങ്ങി, എല്ലാം കംപ്ലീറ്റ്. അതെ, ഒരു ആദ്യം മുതൽ നേക്കഡായ പോലെ, ആദ്യം മുതൽ ജനിച്ചു വരുന്ന ഒരു അവസ്ഥയായി. പക്ഷേ ഇവിടുന്ന് വിടാൻ കാരണം മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഓവർ സിമ്പതൈസേഴ്സിൻ്റെയും പിന്നെ നമ്മളെ പാരലൈസ് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക്, സൊസൈറ്റിക്ക്. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പറയാം, ഓ പാവം നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിച്ചു തുടങ്ങും. നമ്മൾ ഈ ആൾക്കാർ പറയുന്ന വേർഡ്സ് അക്സെപ്റ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അതങ്ങനെ തന്നെയാണ്, ഹ്യൂമൻ നേച്ചറാണ്, നമ്മൾ സോഷ്യൽ ബീയിങ് ആയതുകൊണ്ടാണ്. പക്ഷേ അത് നമ്മളെ പാരലൈസ് ചെയ്യുന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒന്നിനും കൊള്ളാണ്ടാവും. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായി തോന്നി, ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ എനിക്ക് ജോലി എടുക്കാൻ പറ്റില്ല. ഞാൻ ആകെപ്പാടെ എൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചിട്ടുള്ള ഒരു പിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓ പാവം, എല്ലാം നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഇവിടുന്ന് ഹിമാലയത്തിൽ പോയി കഴിയുമ്പോൾ എനിക്ക് ആദ്യത്തെ ഫീലിംഗ്, നമ്മളെ ആരും ഒന്നും ചോദിക്കുന്നില്ല. ഒരാൾ എന്നോട് നിങ്ങൾ എന്തിനാ അവിടെ വന്നേ ചോദിച്ചില്ല. ഞാൻ ആക്ച്വലി ഷർട്ട് ഇടാണ്ട് നടക്കുമായിരുന്നു, ഒരു മുണ്ട് മാത്രം ചീറ്റിയിട്ട്. ഒന്നും പ്രൂവ് ചെയ്യാനൊന്നുമല്ല, ജസ്റ്റ് ടു ഫീൽ ഫ്രീ. അതെന്ന് വെച്ചാൽ തിരിച്ച് ദുബായിലാവുമ്പോൾ ജാക്കറ്റും ടൈയും ഒക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, ജസ്റ്റ് ഒരു ധോത്തി മാത്രമായിട്ട് നടക്കുമ്പോൾ ഒരാൾ അന്വേഷിക്കുന്നില്ല നിങ്ങൾ ആരാണ്, എന്തിനു വന്നു, എത്ര കാശുണ്ട് വീട്ടിൽ, നോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഐ ഫെൽറ്റ് ലോട്ട് ഓഫ് ഫ്രീഡം. അങ്ങനെ ആകുമ്പോൾ ഞാൻ എല്ലപ്പോഴും ലീവ് കിട്ടുന്ന സമയത്ത് ഹിമാലയത്തിൽ വന്നു തുടങ്ങി. അങ്ങനെയാണ് ഒരു ടേണിംഗ് പോയിന്റ് വന്നത്. ഗുരുക്കന്മാരെല്ലാം കണ്ടിരുന്നോ? ഒരുപാട് പേരെ കണ്ടുമുട്ടിയിരുന്നു, പക്ഷേ എനിക്കൊരു ഗുരുവായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടുമുട്ടിയതൊക്കെ അവിടെ ഈ ഒരു വലിയൊരു മസാലയാണ് അവിടെ. അപ്പം ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നത് ബി കെയർഫുൾ. കാരണം എല്ലാവരും കോഴ്സ് സെല് ചെയ്യാനാണ് വരിക. ഒരു കോഴ്സും നമുക്ക് ആവശ്യമില്ല, നമുക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യം നമ്മുടെ ഉള്ളിലുള്ളൂ. അപ്പോൾ ഒരു ഗുരുവിൻ്റെ ആവശ്യം പോലും ഇല്ല പലപ്പോഴും. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് അത് അല്ലല്ല, നമുക്കത് ഒരു കോഴ്സ് വഴി പോകണം. അതൊരു പ്രാക്ടീസ്. മൈൻഡിന് സ്ട്രക്ചർ വേണം, മനസ്സിന് എപ്പോഴും സ്ട്രക്ചർ വേണം. ഈ സ്ട്രക്ചറിനകത്ത് നിന്നിട്ടാണ് മൈൻഡിന് താല്പര്യം. നമ്മൾ സ്ട്രക്ചർ വേണ്ട പറയുമ്പോൾ മൈൻഡിന് എവിടെ പിടിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഈ കോഴ്സ് അത് ഇതൊക്കെ പറയണം.
ഞാനും കുറേ പ്രാക്ടീസസ് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് വേറെ കാര്യമാണ്. അത് ഞാൻ അവരെ ബൈൻഡ് ചെയ്യാറില്ല. ഞാൻ പറയും നിങ്ങൾക്ക് സൗകര്യം ഉണ്ട് ചെയ്യാം, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടുമുട്ടി, ഞാൻ ആദ്യം വസിഷ്ഠ, എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് വസിഷ്ഠ കേവാണ്. അവിടെ പോയപ്പോൾ അവിടെ ചൈതന്യാനന്ദ ഉണ്ട്, ഇപ്പോൾ സമാധിയായി 2 കൊല്ലം മുന്നേ. അതിനോട് ഞാൻ ചോദിച്ചു ഞാൻ അവിടെ താമസിക്കട്ടെ. അപ്പോൾ അദ്ദേഹം മലയാളിയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നോക്കി തന്നെ, എന്നിട്ട് പറഞ്ഞു കം അഗെയിൻ, വേണ്ട. അദ്ദേഹം ഒരു വലിയ സ്ട്രിക്റ്റ് ഒരു ആളായിരുന്നു. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആണ്. വെച്ചാൽ ആവശ്യത്തിന് സംസാരിക്കുള്ളൂ, പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടും കട്ട് റൈറ്റ് അതായിട്ട് പറയും. അപ്പോൾ എന്നോട് പറഞ്ഞു കം അഗെയിൻ. അപ്പോൾ അതായത് പോകാൻ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ വേറെ ജോലിയിൽ ജോയിൻ ചെയ്തതും കോൺട്രാക്ട് സൈൻ ചെയ്തതും. അപ്പോൾ നെക്സ്റ്റ് ഇയർ പോയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇവിടെ നിന്നൂടെ എന്ന് ചോദിച്ചു. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു സ്വാമിജി ഞാൻ ഒരു കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് വേറെ ഇതിൽ പോയി. നോ പ്രോബ്ലം. പക്ഷേ ആ വസിഷ്ഠ കേവാണ് എനിക്ക് ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു ഉപദേശം തന്നത്. ആരാണ് തന്നെ അറിയില്ല. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു, വെറുതെ കണ്ണടച്ചിരിക്കുമ്പോൾ ആരോ എന്നോട് പറഞ്ഞ പോലെയാണ് കണക്ട് യുവർ സ്പൈൻ. നട്ടെല്ലിനെ ചിന്തിക്കാൻ പറഞ്ഞു, കണക്ട് ചെയ്യാൻ പറഞ്ഞു. മെഡിറ്റേറ്റ് ഒന്നുമല്ല, റിമെമ്പർ യു ഹാവ് എ സ്പൈൻ. ആ ഒരൊറ്റ ഇതിലാണ് ഞാൻ കംപ്ലീറ്റ് ബിൽഡപ്പ് ചെയ്തത്, ഈ ഒരൊറ്റ പോയിന്റിൽ. അതായത് നമ്മൾ സ്പൈനിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കണ്ണടച്ച് ചിന്തിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺസെൻട്രേഷൻ തേർഡ് ഐയിലാണ്. അതേസമയം തേർഡ് ഐയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ തലവേദനയൊക്കെ വരും. സ്പൈനിൽ നമ്മൾ സ്പൈൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ആക്ടിവേഷൻ തലയിൽ അറിയാം. ഈ ഒരു ടെക്നിക്ക് ആരാണ് പറഞ്ഞതെന്നറിയില്ല, അവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ആ ഒരൊറ്റ കണക്ട് യുവർ സ്പൈൻ ആരോ പറഞ്ഞ പോലെ തോന്നി. ശബ്ദം കേട്ടു എന്ന് പറയാൻ വയ്യ, പക്ഷേ ആ ചിന്ത വന്നു. അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഫുള്ള് ബിൽഡപ്പ് ചെയ്തത്. സ്വന്തം ഒരു ക്രിയാ പദ്ധതി എന്ന് പറയുന്നത് പറയാം അല്ലേ? കാരണം നമ്മളെല്ലായ്പ്പോഴും ഈ ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു ഗുരു വേണം, ഗുരുവിന് ശിക്ഷണത്തിൽ അത് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. എല്ലാ സ്പിരിച്വൽ ലീഡേഴ്സിന്റെയും ഒരു രീതി അങ്ങനെയായിരുന്നു. ഇവിടെ നമുക്കൊരു വെളിപാടുണ്ടാകുകയാണെന്ന് അല്ലേ? അതെ. ഞാൻ ഈ സ്പൈൻ കണക്ഷൻ വന്നല്ല, അത് ഒരു പ്രാക്ടീസ് ആയിട്ടല്ല ചെയ്തത്. ഞാൻ നടക്കുമ്പോൾ എനിക്ക് സ്പൈനിനെ നട്ടലിനെ കുറിച്ച് ഓർക്കും, പിന്നെ ഇരിക്കുമ്പോൾ ഓർക്കും. ഓഫീസിൽ ഇരിക്കുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം നട്ടലിനെ കുറിച്ച് ഓർക്കും. അങ്ങനെ ഒരു ഐലൻഡ് ഓഫ് കോൺസെൻട്രേഷൻ പറയില്ലേ, ഓരോരോ ദ്വീപായിട്ട് അല്ലാണ്ട് ഇരുന്നിട്ടല്ല പ്രാക്ടീസ് ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നി ഇത് കുറച്ചുകൂടെ എനിക്ക് ഇത് വളരെ സുഖം കിട്ടുന്നുണ്ട്. കാരണം ഈ സൊസൈറ്റിയിൽ നിന്ന് ലേശം വിട്ടു നിൽക്കേണ്ട ഒരു ഫീലിംഗ് വരും. കാരണം നമ്മൾ 100% ഫ്രണ്ട് ഓറിയൻറ്റഡ് അല്ലേ, കണ്ണും മൂക്കും എല്ലാം മുമ്പിലേക്കാണ്. അപ്പോൾ എല്ലാ കാര്യം നമ്മുടെ മുകളിൽ വന്ന് ഇടിക്കും. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഫ്രണ്ട് ഫൂട്ടഡ് എന്ന് പറയുന്ന പോലെ അത്. അപ്പം ഇത് ഈ സ്പൈൻ ഓറിയൻറ്റഡ് ആകുമ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്ന് ഒന്ന് മാറി നിന്ന ഒരു ഫീലിംഗ് വരും. അത് കൂടുതൽ ഡെപ്തിലേക്ക് പോയി, അവയർനെസ് കൂടി ഡെപ്തിൽ പോയി. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും 2:30 എനിക്ക് വരുന്നു രാവിലെ. എത്ര ലേറ്റായി കിടന്നാലും 2:30 AM. അന്ന് എനിക്ക് കുറച്ച് മുടിയുള്ളൂ. അന്ന് പഴയ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വല്ലാതെ കട്ട് ചെയ്യും ഞാൻ. അപ്പോൾ രാവിലെ എനിക്ക് ഉടനെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ തോന്നില്ല. കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഉറക്കം വരും. അപ്പോൾ 2:30 കഴിഞ്ഞിട്ട് 3 o'clock മുതൽ ചിലപ്പോൾ 8 മണി വരെ, ചിലപ്പോൾ 7 മണി വരെ ഞാൻ സ്പൈനിൽ കണക്ട് ചെയ്തിട്ട് വെറുതെ ഇരിക്കും. ഒരു മെഡിറ്റേഷനും ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബ്രെത്ത് പാറ്റേൺ മാറി ഓട്ടോമാറ്റിക്കലി. ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ്, ഇല്ല, ഓർഗാനിക്കും ഓട്ടോമാറ്റിക്കുമാണ്. അങ്ങനെ വന്നിട്ട് ആദ്യം ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ബബിളിനകത്തിരിക്കുന്ന ഇഫക്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം പൂച്ച കരയുന്നതും, ഞാൻ ഒരു വില്ലയിലാണ് താമസിച്ചിരുന്നത്, കാരണം കമ്പനിയിൽ ഹെഡായിരുന്നു. അപ്പോൾ ഒരു 3 bedroom വില്ല ഞാൻ ഒറ്റയ്ക്കാണ്. ആ റൂമിൽ എൻ്റെ റൂമാണ്, പിന്നെ ആരും വരില്ല അവിടെ, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ പുറത്ത് പൂച്ച കരയുന്നതും പട്ടി കുറയ്ക്കുന്നതും ഒക്കെ ആദ്യം ശല്യം ചെയ്യുമായിരുന്നു, ഏർലി മോർണിംഗ് അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കേൾക്കും, പക്ഷെ അത് എവിടെയാണ്, ഈ ലോകത്തല്ല, വേറെ എവിടുന്നോ ദൂരം. അപ്പം നമ്മളൊരു ക്യൂബിക് ഒരു ബബിളിനകത്തിരിക്കുന്ന ഒരു ഫീലിംഗ്. അങ്ങനെ കുറച്ച് ദിവസം, അങ്ങനെ ഇത് മാസങ്ങളാണ് ഞാൻ പറയുന്നത്, ഇത് ദിവസങ്ങളല്ല മാസങ്ങളാണ്. ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ശബ്ദത്തിനും പ്രശ്നമില്ലാണ്ടായി. പുറത്തുള്ള എന്ത് ശബ്ദം, ആൾക്കാർ എന്ത് പറഞ്ഞാലും ഐ എം നോട്ട് അഫക്റ്റഡ്. ഞാനും എൻ്റെ ഹെവി വർക്ക് ഷെഡ്യൂളായിരുന്നു, കാരണം ഷിപ്പിംഗ് അല്ലേ. അപ്പോൾ എല്ലാ വർക്ക് ഷെഡ്യൂളിലും കാര്യങ്ങൾ നടക്കുമ്പോഴും ഐ എം ഇമ്മ്യൂൺ. ആൾക്കാർ ബഹളം വെച്ച് വന്നാലും ഞാൻ കൂളായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ഇഫക്റ്റ് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ റിയൽ ലൈഫിൽ ഇതിൽ ഇഫക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വേസ്റ്റാണ്. ഞാൻ പറയുന്നത് എപ്പോഴും പോയിന്റ് ഉണ്ട്, ഇഫ് പീപ്പിൾ അഫക്റ്റ് യു ആർ ഡിഫീറ്റഡ്. എന്തൊക്കെ നമ്മൾ അഫക്റ്റഡ് ആണെങ്കിൽ അതൊക്കെ ഡിഫീറ്റഡുമാണ്. അപ്പോൾ ഒന്നും നമ്മളെ അഫക്റ്റ് ചെയ്യാണ്ടായി. അപ്പോൾ സിറ്റുവേഷൻസ് വരും. ഈവൻ ഒരു ഷിപ്പ് മുങ്ങി നമ്മളവിടെ ഉള്ള സമയത്ത്. ഈ ടൈറ്റാനിക്കിൻ്റെ കണ്ടുപിടിച്ച സർവേ ഷിപ്പ് ഉണ്ടല്ലോ, ഓഷ്യൻ വോയേജർ, അതും ഒമാൻ്റെ കോസ്റ്റ് 150 നോട്ടിക്കൽ മൈൽ വെച്ചിട്ട് ടൈറ്റാനിക്കിൻ്റെ പോലെ തന്നെ മുങ്ങി. ആ സമയത്ത് നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി, കംപ്ലീറ്റ് ആൾക്കാരെ റെസ്ക്യൂ ചെയ്തു. 35 പേരുണ്ടായിരുന്നു. അമേരിക്കൻ നേവി ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാം റെസ്ക്യൂ ചെയ്തു. ഇതെല്ലാം നടക്കുന്നുണ്ട്. ബട്ട് ഐ വാസ് കൂൾ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, കാര്യങ്ങൾ ചെയ്യാം. വി ഹാഡ് എ സുപ്രീം നല്ല നീറ്റ് ഒരു ജോബ് ചെയ്യാൻ പറ്റി. ഇത് നല്ലൊരു കാര്യമൊന്നുമല്ല ഷിപ്പ് മുങ്ങുന്നത്, പക്ഷേ നമ്മുടെ വർക്ക്
നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതെല്ലാം ഐ വാസ് നോട്ട് ഡൂയിങ്, ഐ വാസ് ഫീലിംഗ് ഓർ ഐ വാസ് വിറ്റ്നസ്സിങ്. ആ ഒരു വിറ്റ്നസ്സുഡ്, നമ്മുടെ ഒരു സാക്ഷിഭാവം ശരിക്കും സംഘഭാവത്തിൽ നിന്നുകൊണ്ടല്ലേ? അതെ അതെ. ദീക്ഷ എന്തെങ്കിലും സ്വീകരിച്ചിരുന്നു ആരെങ്കിലും? ഞാൻ ഈ മെയിനായിട്ട് ആദ്യം പരിചയപ്പെട്ട ഒരു ഏറ്റവും പവർഫുൾ ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞാൽ വിറ്റൽ ബാബാജി ആയിരുന്നു. അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ കുരുവാപുരം എന്നുള്ള സ്ഥലത്ത് ശ്രീവല്ലഭപുരത്താണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം 1914 ബോഡി വിട്ടുപോയി. അദ്ദേഹം എന്നെ കണ്ട ഉടനെ ഈ മോതിരം ഊരി തന്നു. എൻ്റെ കയ്യിലുള്ളതൊക്കെ ആരെങ്കിലും തന്നതാണ്, അല്ലാണ്ട് ഞാൻ മേടിച്ചില്ല. അപ്പോൾ ഈ മോതിരം ഊരി തന്നിട്ട് പറഞ്ഞു എനിക്ക് രാജഋഷി എന്നുള്ള പട്ടം തന്നു. കണ്ട 5 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു വരൂ, എന്നിട്ട് ഇത് തന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ലെജിറ്റിമസി തന്ന ഒരാളാണ്. അതുവരെ ഉണ്ടായിരുന്ന ലൈഫിൽ നിന്ന് ഒരു ലെജിറ്റിമേറ്റ് ആയി. കാരണം അതുവരെ ഞാൻ എൻ്റെ സ്വന്തം പ്രാക്ടീസ്, ഞാൻ ഒരിക്കലും പബ്ലിക് ലൈഫിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ എൻ്റെ ജോലി ചെയ്യും, വീട്ടിൽ പോവും, എൻ്റെ പ്രാക്ടീസ് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എഴുതുമായിരുന്നു. അന്ന് കൂടുതൽ എഴുതിയിരുന്നത് വയലൻസിനെ കുറിച്ചാണ്, ആരെയും ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം ഞാൻ ഈ വാറും ഈ സിറ്റുവേഷനൊക്കെ കണ്ടുകൊണ്ട് കൂടുതൽ എഴുതിയിരുന്നു. അന്ന് യാഹൂ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. യാഹൂ ഗ്രൂപ്പിൽ മോഹൻസ് വേൾഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അല്ല, ഒരു ഗ്രൂപ്പിൽ അതിൽ എഴുതുമായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർക്ക് എന്നെ അറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിലുള്ള സമയത്ത് ഒരു ഷോ ഉണ്ടായിരുന്നു, മോഹൻസ് വേൾഡ് പറഞ്ഞിട്ട്, റേഡിയോ ഷോ. അതും ഒരു സായിപ്പ് ആയിരുന്നു, പിന്നെ പീറ്റർ ഹാൾ എന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ചാനലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കണക്ഷൻ ആയിരുന്നു. അപ്പോൾ കുറേ പേര് അറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പബ്ലിക് ലൈഫേ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ അതിനകത്ത് ഈ എന്നെ അറിഞ്ഞതിന് ശേഷം, മോഹൻജി എന്ന് അറിയപ്പെടുന്നതിന് ശേഷമാണ് വിട്ടൽ ബാബാജിയെ ഞാൻ കാണുന്നത്. അപ്പോൾ ആ കാണുന്ന സമയത്ത് അദ്ദേഹം ഈ മോതിരം കൂരി തന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിൻ്റെ കൂടെ ഞാനുണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗണേശാനന്ദഗിരി, അദ്ദേഹം സായിബാബയുടെ കൂടെ ജീവിച്ച ആളാണ്, ഷിർദി സായിബാബയുടെ കൂടെ. അതെ, 1911 ജനിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ബോഡി വിട്ടത് 2016 അപ്പോൾ 100 വയസ്സായി. പക്ഷേ ഒരു പവർ ഹൗസ് ആയിരുന്നു, വെരി പവർഫുൾ മാൻ. അപ്പോൾ അദ്ദേഹം എന്താണ് തന്നെ ചോദിച്ചാൽ അറിയില്ല, പക്ഷേ ഐ തിങ്ക് ഹി ഗേവ് ഹിംസെൽഫ് ടു മീ. ഇവർ രണ്ടുപേരും. അപ്പോൾ ദീക്ഷ എന്ന് പറയുന്ന ഇതിൽ പറയാം, അത് പലപ്പോഴും നമുക്കൊരു ദീക്ഷ ഒരു കാര്യം തരികയല്ല, അവരെ തന്നെ തരും ചിലപ്പോൾ. അതെ, അത് പ്രൊനൗൺസ്ഡ് ആയി വന്നത് അവധൂത് നാഥാനന്ദ സ്വാമിയാണ്. അദ്ദേഹം, ഞാൻ അന്ന് ഇംഗ്ലണ്ടിലാണ് ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ മോഹൻജി എന്ന് അറിയുന്നതിന് ശേഷം കണ്ടുമുട്ടിയതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത്യാവശ്യമായിട്ട് ഇന്ത്യയിൽ വരുമ്പോൾ എന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡൽഹിയിൽ വന്ന് നേരെ അന്ന് അദ്ദേഹം ബാംഗ്ലൂരുണ്ട്, അവിടെ പോയി കണ്ടു. അപ്പോൾ പറഞ്ഞു എൻ്റെ ശക്തി നിനക്ക് തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ട്. ഗ്യാൻഗഞ്ച്, അദ്ദേഹം ഗ്യാൻഗഞ്ച് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട, ആ സമയം വരുമ്പോൾ ആവാമെന്ന് പറഞ്ഞു. അത് 2016 അദ്ദേഹത്തിൻ്റെ വാട്ട് എവർ ഹി ഗേവ് ടു മീ. അത് ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫർ ഓഫ് പവറാണ്. അത് ദീക്ഷ ഇപ്പോൾ ഒരു സംസ്കൃത ഭാഷയിൽ പറയുകയാണെങ്കിൽ ശിവപത്ത് എന്ന് പറയുന്ന പോലെയാണ്. നമ്മളെന്താണോ അത് വേറെ ആൾക്ക് കൊടുക്കുക. അതായത് നമ്മുടെ നേച്ചർ അല്ലെങ്കിൽ നമ്മുടെ എസൻസ് എന്താണോ അത് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എം ടി ആയി. അപ്പോൾ നാഥാനന്ദ സ്വാമിയും പറഞ്ഞു ഞാൻ ഇപ്പോൾ എം ടി ആയി എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നാഥാനന്ദ സ്വാമിയാണ് എനിക്ക് ബ്രഹ്മഋഷി ടൈറ്റിൽ തന്നത്, വിട്ടൽ ബാബാജി രാജഋഷി. അപ്പോൾ ഈ ടൈറ്റിൽ ഞാൻ സാധാരണ ഒരു ടൈറ്റിൽ യൂസ് ചെയ്യാറില്ല, കാരണം എന്ത് നമുക്ക് നേടിയോ അത് നമുക്ക് ബേർഡനും കൂടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഞാനൊരു പച്ച മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ഞാൻ ആരോടും ഞാൻ നിങ്ങളുടെ ഗുരുവെന്ന് പറയാറില്ല, ക്യാൻവാസ് ചെയ്യാറില്ല. കാരണം അങ്ങനെയൊന്നും ആവശ്യമില്ല. ആൾക്കാർക്ക് കണ്ണുള്ളവൻ കാണും, മറ്റുള്ളവർ അവർക്ക് ആയിട്ടില്ല, സമയമായിട്ടില്ല. ഈ മോഹൻജി എന്നുള്ള ആ പേരിൽ മാറ്റം എന്ന് പറയുന്നത് ഈ സ്പിരിച്വൽ ലൈഫ് എടുത്തതിന് ശേഷമുള്ളതാണ്. അത് ആൾക്കാർ അങ്ങനെ അതിന് ഒരു കാര്യമുണ്ട്. ഞാൻ മോഹൻജി എന്നുള്ള പേരൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ എഴുതിയിരുന്നു പറഞ്ഞില്ലേ, ആ സമയത്ത് 2 പയ്യന്മാർ തമിഴ്നാട്ടിൽ, അവരെൻ്റെ വളരെയധികം ക്ലോസ് ആയി ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവർ സ്റ്റുഡൻസ് ആയിരുന്നു, അന്ന് IIT ഒറ്റ പഠിക്കുന്നവരാ. അപ്പോൾ അവർ mohanji.org എന്നൊരു ID എടുത്തു വെച്ചു. അവരിത് ഞാൻ ഈ ഗ്രൂപ്പിൽ എഴുതുന്നത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ 2 പേരും അമേരിക്കയിൽ ജോലി കിട്ടിപ്പോയി. അപ്പോൾ ഞാൻ അപ്പോൾ ആക്ട് ഫൗണ്ടേഷൻ ഓൾറെഡി തുടങ്ങി, ആക്റ്റീവാണ്. ആക്ട് ഫൗണ്ടേഷൻ വളരെയധികം ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ മെഡിറ്റേഷനൊന്നും ആക്ട് ഫൗണ്ടേഷനിൽ ചെയ്യാൻ പറ്റില്ല, അത് മുഴുവൻ ചാരിറ്റിയാണ്. അപ്പോൾ ചാരിറ്റി വർക്കും ഇപ്പോൾ ഇത് എവിടെ ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ നമുക്കൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് അതിൽ ലോഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇപ്പം നോക്കി എല്ലാ മെഡിറ്റേഷനും ഫ്രീ ആണ്, ഒന്നും നമ്മൾ ചാർജ് ചെയ്യും, എല്ലാം ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഈ ഒരു സൈറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ക്യാൻ ഐ ബൈ ദിസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് മേടിക്കട്ടെ? അല്ലല്ല മോഹൻജി അത് എടുത്തോളൂ. അപ്പോൾ ഞാൻ അത് വേണ്ട, കാരണം അത് നമുക്ക് ഒരു ഭാവിയിൽ അത് ബുദ്ധിമുട്ട് വരും. ഞാൻ ഇപ്പോൾ കാശ് കൊടുത്ത് മേടിച്ചു, ചെറിയ പൈസയുള്ളൂ, $12-15 എന്തോ ഉള്ളൂ. അപ്പോൾ അത് കൊടുത്ത് ഞാൻ മേടിച്ചു.
അതിന് മുന്നേ ഈ 2-3 സ്വാമിമാരുണ്ടല്ലോ, അതായത് ഞാൻ ഹിമാലയത്തിൽ പോയത്, അവരൊക്കെ എന്നെ മോഹൻജി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മോഹൻജി എന്നുള്ളത്, മോഹൻ ജി എന്നുള്ളത് ഒരു പിന്നെ ആദരവപൂർവ്വം അത് ഞാൻ ഒന്നാക്കി, മോഹൻജി എന്നുള്ള പ്രോപ്പർ നൗൺ ആക്കി. അപ്പോൾ ആദരവും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. മോഹൻജി നോർത്ത് ഇന്ത്യയിലുള്ള പേരാണല്ലോ, മോഹൻജി എന്നുള്ള പേരുണ്ടല്ലോ. അപ്പോൾ ഞാൻ അത് ഈ വെബ്സൈറ്റും അങ്ങനെയാക്കി. അങ്ങനെയാണ് ഈ മോഹൻജി എന്നുള്ളതിൽ വന്നത്. അത് കഴിഞ്ഞ് വേറൊരാൾ എന്നോട് പറഞ്ഞു, ഈ മോഹൻജി എന്നുള്ള വാക്കിനൊരു ശക്തിയുണ്ട്, അത് കൂട്ടിക്കഴിഞ്ഞാൽ ഓം എന്ന് വരുന്ന അതിൻ്റെ എന്തോ ഒരു കണക്ക് പറഞ്ഞു, വേദിക്ക് എന്തോ ഒരു കണക്കാണ്, എനിക്കറിയില്ല. അത് ഹിമാലയത്തിൽ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, ഇത് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഓമിൻ്റെ ഒരു ഫ്രീക്വൻസിയിലാണ് വരണേ, ആ പേര് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ആയി. ഈ പവർ ഒരാൾ നമുക്ക് തരുന്നു എന്ന് പറയും. ഇപ്പോഴും ആധ്യാത്മിക ആചാര്യന്മാര് അവരുടെ തുടക്കകാലത്ത് പ്രത്യേകിച്ചും ഈ അത്ഭുതങ്ങളൊക്കെ കാട്ടിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ തുടക്കകാലത്താണ് അതെല്ലാവരും എല്ലാ ഈ അവധൂതന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് അതിന് അവർ മാറും. അത്തരം അത്ഭുതങ്ങൾ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടോ താങ്കൾ? അല്ല, അത് ഒരു സ്പോണ്ടേനിയസ് ഇതാണ്. നമ്മുടെ ഇത് നോക്കുമോ, ഒരു വ്യക്തി, നമ്മളൊക്കെ പേഴ്സണാലിറ്റിയാണ്. ഈ പേഴ്സണാലിറ്റിയിൽ നമുക്ക് പർപ്പസ് വരെയാണ് ഈ ലോകത്തിന് എന്തെങ്കിലും ചെയ്യാണ്ടെന്ന്. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ മുകളിൽ പർപ്പസ് വരുമ്പോൾ പേഴ്സണാലിറ്റിയുടെ ശക്തി കുറഞ്ഞ് പേർപ്പസിലേക്കാവും നമ്മൾ ഷിഫ്റ്റ് വരും. അപ്പോൾ പിന്നെ എൻ്റെ എന്നുള്ള വ്യക്തിത്വം എന്നുള്ളതിന് വാല്യൂ കുറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ പ്രവൃത്തിക്ക് മാത്രം വാല്യൂ വരും. അത് ആ പർപ്പസ് കഴിഞ്ഞ അടുത്ത ലെവൽ പ്രസൻസാണ്. നമ്മളൊരു പ്രസൻസായി മാറുകയാണ്. അപ്പോൾ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ വായു ആണ് ബ്രീത്ത് ചെയ്യുന്നത്, ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതേപോലെ പ്രസൻസ് ആയി വരുമ്പോൾ നമ്മൾ ഈ സാധാരണ ഒരു പേഴ്സണാലിറ്റി ബൗണ്ടറിയുടെ പുറത്താണ് വർക്ക് ചെയ്യണം. പേഴ്സണാലിറ്റിയുടെ ബൗണ്ടറി ഉണ്ട്, ഒരു വ്യക്തിത്വം എന്നുള്ള ബൗണ്ടറി ഇത് ബിയോണ്ട് വർക്ക് ചെയ്ത് തുടങ്ങും. ആ സമയത്ത് പലർക്കും പല അനുഭവങ്ങളുണ്ടാവും. അത് ആ വ്യക്തിയുടെ റെസപ്റ്റിവിറ്റിയും കൂടിയാണ്. ഞാൻ ഒരിക്കലും ഡെലിബറേറ്റ് ആയിട്ട് ഒരു മിറാക്കിളും പ്രവർത്തിക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറേ പേരെങ്കിലും അതിന് വേണ്ടിയിട്ടാണ് വരിക, അതായത് ഒരു മാജിക് ഷോ കാണാനാണ് വരിക. ഞാൻ എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ ഓരോ വ്യക്തികളും പേഴ്സണാലിറ്റി വിട്ടിട്ട് പർപ്പസായിട്ട് മാറിയിട്ട് ജീവിതം സമ്പൂർണ്ണമാക്കണം. നമ്മൾ പേഴ്സണാലിറ്റിയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പർപ്പസ് ആകുമ്പോൾ നമുക്കൊരു ക്ലിയർ പർപ്പസ് ഉണ്ട് വിചാരിക്കുക. ഈ ജീവിതത്തിൽ എനിക്ക് ഇന്ന മതി, ലോകത്തിൽ ഇത്രയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി. അല്ലെങ്കിൽ നമ്മൾ പേഴ്സണാലിറ്റിയിൽ ഉടക്കി നിൽക്കും എപ്പോഴും. എല്ലാവരും പേഴ്സണാലിറ്റി ചിലപ്പോഴെങ്കിലും നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അതിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഇത്രയും സ്ഥലത്തെ ആക്ടിവിറ്റി നടക്കുന്നുണ്ടല്ലോ ലോകത്ത്. 90 രാജ്യങ്ങളുണ്ട്. 6 കോണ്ടിനെന്റിലുണ്ട്. രജിസ്റ്റേർഡ് ആയിട്ട് നമ്മൾ 18 രാജ്യത്തുണ്ട്, 19 രാജ്യത്തുണ്ട്. ആക്ടിവിറ്റി ആയിട്ട് 90+ ഉണ്ട്. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്നാളൊരു റിപ്പോർട്ട് കണ്ടു, ആഫ്രിക്കയിൽ കുറച്ച് രാജ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും ഞാൻ എഴുതിയത് വായിക്കേണ്ടത് എന്തോ ഒരു റിപ്പോർട്ട്, അതെന്തോ ഒരു അനലിറ്റിക് എന്തൊക്കെ പറഞ്ഞ സാധനം. അപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട്, പിന്നെ ട്രാൻസ്ലേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആൾക്കാരെ നമ്മൾ അട്രാക്റ്റൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ അവർ വരുന്നത് എക്സ്പെക്റ്റേഷൻ കൊണ്ടായിരിക്കുള്ളൂ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രോബ്ലമൊക്കെ സോൾവ് ആവും. അങ്ങനെയൊന്നും സോൾവ് ആക്കാൻ പറ്റില്ല ആർക്കും. അതൊക്കെ വെറുതെ ചിന്തിക്കുകയാണ്. പിന്നെ ഈ ഒരു സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ്ഡ് ആത്മീയ എന്ന് വിചാരിച്ചാൽ മതി. വളരെ സ്റ്റേബിളായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി ആ ഒരു തത്വത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ നമുക്ക് തന്നെത്താൻ സ്റ്റെബിലിറ്റി വരും. കാരണം അലൈൻമെൻറ്റ് വരുമല്ലോ, അല്ലേ? മനസ്സ്, ബുദ്ധി, അഹങ്കാരമൊക്കെ ഒന്നിച്ച് എല്ലാ അലൈൻമെൻറ്റ് വരുമ്പോൾ നമ്മൾ വളരെ സ്റ്റേബിളായി. അതല്ലാണ്ട് ഒരാളുടെ ജീവിതത്തിലെ കാർമിക് സ്ട്രക്ചർ മാറ്റാനോ അല്ലെങ്കിൽ അവർക്ക് എല്ലാത്തിൽ നിന്നും സൊല്യൂഷൻ കൊടുക്കലൊന്നും അല്ല അവരുടെ പണി. അങ്ങനെ ചെയ്യാനും പറ്റില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു പറ്റിക്കാന്നല്ലാണ്ട് അങ്ങനെയൊന്നും ഇത് പറ്റില്ല. പിന്നെ ഒന്നുണ്ട്, ഈ ഒരു ഇപ്പം നമ്മൾ വളരെയധികം പെർഫ്യൂം ധരിച്ച ഒരാളുടെ അടുത്ത് കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലും കുറച്ചൊരു പെർഫ്യൂം വരും. അതേപോലെ ഇഫക്റ്റ് ഉണ്ട്. അതായത് ആ ഒരു അലൈൻഡ് ആളുടെ കൂടെ കുറച്ച് നേരം ഇരുന്നാൽ നമുക്ക് തന്നെത്താൻ ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും. അത് എത്രത്തോളം കൺസിസ്റ്റൻറ്റ്, അതിപ്പോൾ നമ്മൾ ഇരിക്കേണ്ട, കണക്ട് ചെയ്താൽ മതി. അതായത് നമ്മൾ ചിന്തിച്ചാൽ മതി ആ വ്യക്തിനെ കുറിച്ചിട്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ എന്നെ ഓർത്താൽ മതി, പ്രാർത്ഥിക്കും പിടിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് റിമെമ്പർ ആ മോഹൻജി ഇവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മോഹൻജി. അപ്പോൾ ആ ഒരു കണക്ഷനിൽ മാത്രം നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി വരും. അത് വരുന്നുണ്ട് ആൾക്കാർ അത്രയും വേണ്ട. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് അല്ലെങ്കിൽ കൂടുതൽ കണക്ട് ചെയ്യുന്നത് യൂത്താണ്. എവിടെ പോയാലും ഏത് രാജ്യത്തും നോക്കി കൂടുതൽ വരുന്നത് യൂത്താണ്. അപ്പോൾ അവർക്കത് ഇഫക്റ്റ് വരുന്നതുകൊണ്ടാണ്. അവരെന്താണ് കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ എനിക്ക് വലിയ കോൺഫിഡൻസ് ആണ്, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, ആ ധൈര്യം വരുന്നുണ്ട്. പിന്നെ ആൻസൈറ്റി കംപ്ലീറ്റ് ഇല്ലാണ്ടാവണം. പക്ഷെ അത് ഒരു 50 വയസ്സ് കഴിഞ്ഞവർ ചിലപ്പോൾ അത് പറയില്ല, കാരണം അവർ ഓൾറെഡി സാച്ചുറേറ്റഡ് ആ ഒരു പ്ലെയിനിൽ. അതെ, ഞാനിപ്പോൾ ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവൊന്നും കൊടുക്കുന്നത് സൂര്യൻ്റെ പോലെ വെളിച്ചം എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. അത് സ്വീകരിക്കപ്പെടുന്നതിൻ്റെ അത്രേ ഉള്ളൂ. എനിക്കൊന്ന് സാധാരണ ആധ്യാത്മികാചാര്യന്മാരിൽ ഒരു അവരുടെ വസ്ത്രധാരണ രീതികളിലൊക്കെ തന്നെ എന്തെങ്കിലും കാവ്യ വസ്ത്രമോ അല്ലെങ്കിൽ വെള്ള വസ്ത്രമോ ഒക്കെയാണ് ധരിക്കുന്നത്. സ്വാമി സിമൽ അങ്ങനെയല്ല. വളരെ ഭയങ്കര ബ്രാൻഡഡ് ടീഷർട്ടുകളും
ജീൻസും ഒക്കെ ഇട്ട് സ്പെക്സ് ഒക്കെ വെച്ചത്. അപ്പം അത്തരം അതിനെല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്തിനാണ് അങ്ങനെ അത്തരം രീതികളിലൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? അത് ഞാൻ സഞ്ചരിക്കുന്ന ഈ പാത അവധൂത പാതയാണ്. അതായത് ബ്രേക്കിംഗ് ബൗണ്ടറീസ് തന്നെയാണ് ഇതിൻ്റെ കാര്യം. അതായത് ഏത് ഡ്രസ്സ് എന്നുള്ളതല്ല, എന്ത് എസൻസ് എന്നുള്ളത് മാത്രമേ കാണണ്ടൂ. അപ്പം നമ്മൾ ഇപ്പം വളരെ ഫ്രീ ആവുമ്പോൾ, ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കഥയുണ്ടല്ലോ, ഒരു ദിവസം അദ്ദേഹം വളരെയധികം ഡ്രസ്സ് ചെയ്യും, ഭയങ്കരമായിട്ട് അപ്പോൾ ഒരു പെട്ടെന്ന് റെഡിയായി പുറത്ത് പോകുന്ന ആളാണ് സാധാരണ ശ്രീകൃഷ്ണൻ. അപ്പോൾ മറ്റേ സാരഥി വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടിയുമായിട്ട് പോകാൻ വേണ്ടിയിട്ട്, പക്ഷേ വരുന്നില്ല. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പുള്ളി ഡ്രസ്സ് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം അകത്തുനിന്ന് ചോദിച്ചു, ഭഗവാൻ എന്താണ് അങ്ങ് ഇത്രയും കൂടുതൽ ഡ്രസ്സ് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ഞാനിനി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അപ്പോൾ ആരെയാണ് കാണുന്നത്? അപ്പോൾ ദുര്യോധനെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോൾ ഞാൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഇങ്ങോട്ടല്ലേ വരേണ്ടത്, അദ്ദേഹം നിങ്ങളിലും നിങ്ങളുടെ ഒന്നും ലെവലിലല്ലല്ലോ, അങ്ങേരു അവതാരമാണ്, അങ്ങേര എന്തിനാ അവിടെ പോയി കാണുന്നത്, ഇങ്ങോട്ടല്ലേ വരണ്ടേ? അപ്പോൾ പറഞ്ഞു, ഏതെങ്കിലും സ്ഥലത്ത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇരുട്ട് വെളിച്ചത്തിനെ തേടി വന്നതായിട്ട്? വെളിച്ചം അങ്ങോട്ട് പോകുമ്പോൾ ഇരുട്ടില്ലാണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇരുട്ട് ഇങ്ങോട്ട് വരില്ല, അത് ഞാൻ അങ്ങോട്ട് പോകണം. അപ്പോൾ പിന്നെ എന്തിനാ ഇത്രയും ഡ്രസ്സ് ചെയ്യണേ? അദ്ദേഹത്തിന് എന്നെ കാണാൻ കഴിവില്ല. അപ്പോൾ എൻ്റെ ഡ്രസ്സ് കണ്ടാൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഡ്രസ്സ് നമ്മുടെ എന്ത് കോസ്റ്റ്യൂം എന്നുള്ളതല്ല, അതിൻ്റെ ഉള്ളിലുള്ള നമ്മളെ കാണാൻ സാധിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക, ഏറ്റവും കൂടുതൽ നമുക്കൊരു മിസ്റ്റേക്ക് വരുന്നത് മുൻവിധിയാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഇപ്പോൾ സുരേഷ് ഞാൻ കാണുമ്പോൾ ഇന്ന മാതിരിയാണെന്ന് ആദ്യം തന്നെ അങ്ങോട്ട് തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. പിന്നെ നമ്മൾ ഒരു വളരെ മെക്കാനിക്കലായി പോയി. എപ്പോഴും നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ഇത് ഞാൻ തന്നെയാണല്ലോ, എൻ്റെ വേറെ രൂപം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ വരും, കമ്മ്യൂണിക്കേഷൻ വരും. അപ്പം ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ വെച്ചാൽ ഇപ്പം എൻ്റെ കൂടെയുള്ളവരാണ് ഈ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുന്നത്. ഞാൻ ഷോപ്പിംഗ് പതിവില്ല. അപ്പോൾ അവർ തരുന്ന ഡ്രസ്സ് പാകത്തിനുള്ള ഇടും. അപ്പോൾ അത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം നോക്കിയിട്ടുണ്ടോ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ മോണ്ടിനെഗ്രോയിൽ പോയി. മോണ്ടിനെഗ്രോയിൽ പോകുന്നുണ്ട് സ്ഥിരമായിട്ട്. അവിടെ നമുക്കിപ്പോൾ ഒരു സെൻറ്റർ വരുന്നുണ്ട്, സ്ഥലം ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നു അത് ഇൻ്റർവ്യൂ. എ ഫ്രണ്ട് ഹും യു ക്യാൻ ട്രസ്റ്റ് എന്നാണ്. ഗുരു എന്നില്ല, സ്പിരിച്വൽ ഇല്ല, ഒന്നുമില്ല, സുഹൃത്ത് എന്നുള്ള. അപ്പോൾ കൂടുതൽ ലോകം എന്നെ കാണുന്നത് ഒരു സുഹൃത്തായിട്ടാണ്. എ ഫ്രണ്ട് ഹും യു ക്യാൻ ട്രസ്റ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അവാർഡാണ്. നമ്മളെ പിന്നെ അംഗീകരിക്കുന്നത് സുഹൃത്തായിട്ട് പറയുമ്പോൾ നമുക്ക് ഫ്രീഡം ഉണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് തുറന്ന് സംസാരിക്കാം. മറ്റത് ഒരു ബോളിലെ പിക്ചറായി മാറുകയെ എളുപ്പത്തിൽ. പക്ഷെ അങ്ങനെയുണ്ട്, പല ടൈപ്പ് ആൾക്കാരുണ്ട്. 8 ബില്യൺ ആൾക്കാർ 8 ബില്യൺ ലെവലിൽ നമ്മളെ കാണുന്നത്. എല്ലാവരും ഒന്നും നമ്മളെ അംഗീകരിക്കില്ല, സ്നേഹിക്കില്ല, എല്ലാവരും നമ്മളെ വെറുക്കുമില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണ് എൻ്റെ കൂടുതൽ പൊസിഷനിങ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഡ്രസ്സുകളൊക്കെ. അതല്ലാതെ ഒരു ഇങ്ങനെ തന്നെ വേണം, ഒരു സന്യാസി ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല. അല്ല, ഉദരനിമിത്തം ബഹുകൃത വേഷം എന്നുള്ള അങ്ങനെ ഇതില്ല. അത് എന്നാളും എന്നോട് പറഞ്ഞു, മോഹൻജി എന്തുകൊണ്ട് ഒരു ഡ്രസ്സിൽ സ്റ്റിക്ക് ചെയ്യുന്നില്ല? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യം വൈറ്റാണ്, വൈറ്റ് സൂട്ട്സ് മീ, എനിക്കത് ഐ ഫീൽ ഗുഡ്. അത് ധരിക്കുമ്പോൾ എനിക്ക് വളരെ ഒരു സംതൃപ്തി വരുന്ന ഒരു ഇതാണ് ഞാൻ. പക്ഷേ അത് ഇൻസിസ്റ്റ് ചെയ്യാറില്ല. ഓരോ പ്രോഗ്രാമിനനുസരിച്ച് ഞാൻ മാറും. അതെന്താ വെച്ചാൽ അത് സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ ആവട്ടെ വിചാരിച്ചു. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാർ കൂടുതൽ വരും. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു ആൾക്കാർ കൂടുതൽ വരണം? ഞാൻ അങ്ങനെ ഒരു അജണ്ട വെച്ചാലേ എനിക്ക് കുഴപ്പമുള്ളൂ. ആൾക്കാരെ അറിയുന്നവർ കണക്ട് ചെയ്യട്ടെ, എല്ലാവരും ഒന്നും കണക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. പിന്നെ അങ്ങനെ എല്ലാവരും എന്തെങ്കിലും തേടി വന്നാൽ ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ അവർ വരാനുള്ളവർ വരികയും ചെയ്യും, അവർക്ക് വരാതിരിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കണക്റ്റ് ആവും. ഈ ഒരു ഹോൾ ലൈഫിൽ ഇതെല്ലാം ഒരു കൊളാബറേഷനാണ്. നമ്മളെല്ലാവരും കൂടെ ഒരു കൊളാബറേറ്റ് ചെയ്തിട്ട് മുമ്പിലേക്ക് പോവുകയാണ്. അതിൽ ഒരാൾക്ക് കൊടുക്കുമെന്നല്ല. ഇപ്പം താങ്കൾക്ക് ഉള്ളതേ എനിക്കുള്ളൂ, എൻ്റെ അടുത്തുള്ളത് താങ്കൾക്കുള്ളൂ. അത് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് അലൈനായി വരും. മാനസികമായിട്ട് പ്രെജുഡിസ് മുൻവിധി ഇല്ലെങ്കിൽ തന്നെ ആവും അത്, അല്ലേ? ഇപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് തോന്നാറുള്ളത് എല്ലാവരെയും കാണുമ്പോൾ ഒരു റെസ്പെക്റ്റാണ്. അവരുടെ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ശരീരം എടുത്തിരിക്കുന്നു, അത് അവർ കറക്റ്റായി ചെയ്യുന്നുണ്ട്. അത് ഈ ജീവിതത്തിൽ നിന്ന് ആകെപ്പാടെ നമുക്ക് കിട്ടുന്നത് എക്സ്പീരിയൻസസ് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ആകെ വരുന്നത് എക്സ്പീരിയൻസസ് ആണ്. അതിൽ നിന്ന് നമുക്ക് ആകെ സേവിങ് ഉള്ളത് ഓർമ്മകൾ മാത്രമാണ്. അപ്പോൾ ഈ നല്ല എക്സ്പീരിയൻസും നല്ല ഓർമ്മകൾക്കും വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. അതിനകത്ത് പലതും സംഭവിക്കും ലൈഫിൽ. പക്ഷെ ഒരു വ്യക്തിയെ നമ്മൾ താഴ്ത്തി കാണുക അല്ലെങ്കിൽ ചെറുത് പറയും മോശമാവുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ അവോയ്ഡ് ചെയ്താൽ നമ്മുടെ മനസ്സ് ക്ലീനാണ്, അല്ലേ? അവരെ ബഹുമാനിക്കുക. പിന്നെ ഇപ്പോൾ ഈ ലോകത്തെ എല്ലാ ഒപ്പീനിയൻസ് അല്ലേ, അഭിപ്രായങ്ങളല്ലേ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു അഭിപ്രായമുണ്ട്, അത് താങ്കളെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധിക്കാൻ പാടില്ല. ഒരിക്കലും അത് പറ്റില്ല. കാരണം താങ്കളുടെ അഭിപ്രായം ആണ് താങ്കളുടെ ഓതൻറ്റിക്. അത് അപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന നമ്മുടെ അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്.
എൻ്റെ അഭിപ്രായം എൻ്റെ പാസ്റ്റും കൂടെ ചേർന്നതാണ്. ഞാൻ എന്തൊക്കെ അനുഭവിച്ചു, അല്ലെങ്കിൽ എന്ത് കണ്ടു, അല്ലെങ്കിൽ ഭീതി, മുൻവിധി എല്ലാം ഉണ്ട് അതിൽ അഭിപ്രായങ്ങളിൽ. അത് വെച്ചാൽ പറയണേ. അതിപ്പോൾ മീഡിയയിലൊക്കെ പലപ്പോഴും നമ്മൾ കാണാം, ഓ ഇയാൾ ഇന്ന അഭിപ്രായം പറഞ്ഞാൽ അവരെ ക്രൂസിഫൈ ചെയ്യും. എല്ലാവരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു, അത് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ വിടാം. അതൊക്കെ അത് അങ്ങനെ പറഞ്ഞു പോകും. നമുക്ക് ശരി തോന്നൽ മാത്രമേ എടുക്കാവൂ. അത് ആര് പറഞ്ഞാൽ തന്നെ, ഏത് ഗുരു പറഞ്ഞാലും ആര് പറഞ്ഞാലും നമുക്ക് ശരി തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് ആക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ സ്റ്റേബിളായി.